ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പുത്തുംകുരിശിനടുത്തുള്ള പന്നിക്കോട് മഹാദേവ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിനടുത്തുള്ള ഒരു തീർത്ഥക്കുഴിയാണ് നമ്മുടെ ഈ പുറകുവശത്ത് കാണുന്നത്. ദ്വാപര യുഗത്തിൽ പഞ്ചപാണ്ഡവരിലെ അഗ്രഗണ്യനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ പാശുശാസ്ത്ര ലബ്ധിക്ക് വേണ്ടിയിട്ട് മഹാദേവന് തപസ്സിരുന്ന സ്ഥലമാണിതെന്നാണ് പറയപ്പെടുന്നത്. തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ശിവന് ധനുവൃത്തിയിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്നുള്ള അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായിട്ട് കാട്ടുപന്നിയുടെ വേഷത്തിൽ അർജുനൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അർജുനനെ കാട്ടുപന്നി നിന്ന് നിരന്തരം ശല്യപ്പെടുത്തും. അപ്പോൾ അർജുനന് ദേഷ്യം കയറി അർജുനൻ ഈ കാട്ടുപന്നി അമ്പ് ചെയ്ത സമയത്ത് തന്നെ കാട്ടാള വേഷം ധരിച്ചെത്തിയ മഹാദേവനും ഈ കാട്ടുപന്നി അമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി തർക്കമാവും. ഞാൻ ഇത് അമ്പ് കൊണ്ടിട്ടാണ് ഈ കാട്ടുപന്നി മരിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അർജുനന് ദേഷ്യം കയറും. അങ്ങനെ അർജുനൻ ഈ കാട്ടാളിന് നേർക്ക് അമ്പ ചെയ്യുന്നതെല്ലാം കാട്ടാളിൻ്റെ കാൽച്ചുവട്ടിൽ പൂക്കളായി പോയി വഹിക്കുന്നത് കാണുമ്പോൾ തന്നെ അർജുനന് മനസ്സിലാവാൻ സാക്ഷാൽ മഹാദേവനാണ് തൻ്റെ മുന്നിൽ കാട്ടാള വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന്. അങ്ങനെ ഓടിപ്പോയി കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നു. പന്നിക്ക് വേണ്ടി തർക്കമുണ്ടായ സ്ഥലമായതുകൊണ്ടാണ് ഇത് പന്നിക്കോട്ടുമല എന്നാണ് പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇത് പന്നിക്കോട് എന്നാണ് അറിയപ്പെടുന്നത്. അർജുനൻ തപസ് ചെയ്യുന്ന സമയത്ത് പൂജാതികാര്യങ്ങൾക്ക് ജലമെടുക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് തീർത്ഥക്കുഴി എന്നാണ് കരുതപ്പെടുന്നത്. 365 ദിവസം ഇതിനകത്ത് വെള്ളമുണ്ട്. ഇപ്പോൾ എത്ര വേനൽക്കാലമാണെങ്കിലും ഇതിനകത്ത് വെള്ളം പറ്റാതെ ഈ തീർത്ഥക്കുളത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും ഈ പാറക്കെട്ടിൻ്റെ മേളിൽ. അതുപോലെ പാറക്കെട്ടിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഹോമകുണ്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അർജുൻ്റെ തപസ്സിനൊടുവിൽ കിരാതവേഷത്തിൽ ശ്രീ പരമേശ്വരൻ ദർശനം നൽകിയ ഈ സ്ഥലത്ത് സ്വയംഭൂവായ ഭഗവാന്റെ ചൈതന്യം രുദ്രാക്ഷശിലയിൽ തുടർന്നും നിലനിന്ന് പോരുന്നു. പുത്തുംകുരിശിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. മഹാശിവരാത്രിയോടനുബന്ധിച്ചാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്.